ക്കും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കാരണം കണ്ടൻറ്റുകൾ ഇപ്പോൾ ഇഷ്ടംപോലെ കണ്ടൻറ്റുകളാണ്. ആരെയും കുറ്റപ്പെടുത്താതെയും ആരെയും വേദനിപ്പിക്കാതെയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് സംജിതാനെ കുറിച്ച് തന്നെയാണ്. സംജിതാനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സംജിത ചെയ്തത് മാതിരി ഒരുപാട് കുടുംബങ്ങളുടെ മാനം എടുത്ത് അമ്മാനടുന്നുണ്ട് പലവരും നമ്മളെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറേ മുമ്പ് തന്നെ ഇതേമാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആരെങ്കിലും മാനത്തിനെ ഭയന്ന് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആ മഹാപാപം നിങ്ങളുടെ തലയിൽ നിന്ന് പോകില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്ന സംജിതാക്കല്ലെങ്കിലും ഇപ്പോൾ മറ്റ് പലവർക്കും ഇതൊരു അനുഭവം തന്നെയാണ്. കാരണം അവർക്കൊരു പാഠമാണ് ഈ ഒരു സംഭവം. പലർക്കും പാടാണ്. കണ്ടോൻ്റെ മാനെടുത്തിട്ട് അമ്മാനാടുന്ന സോഷ്യൽ മീഡിയയിലുള്ള പലർക്കും ഇതൊരു പാഠം തന്നെയാണ്. നാളെ എന്തെങ്കിലും അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ജനം വെറുതെ വിടൂല എന്നുള്ളത് മനസ്സിലാക്കട്ടെ. കഴിയുന്നത് മറ്റുള്ളവരെ മാനം കെടുത്താതുള്ള വീഡിയോകൾ ചെയ്ത് വിടാല. അവരായി അവരെ പാടായി. നമുക്കെന്താ, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല, പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല, ആരോ ആയിരിക്കും. പക്ഷെ എന്നാലും റീച്ചിന് വേണ്ടിയിട്ടും കണ്ടൻറ്റിന് വേണ്ടിയിട്ടും അവരെടുത്തും കൊണ്ട് നമ്മൾ പലതും പറയാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത എൻ്റെ സഹോദരി, പൊന്നു സഹോദരിമാരെ എന്ന ആണുങ്ങൾ അത്ര എടുത്ത് ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നുമില്ല. പെണ്ണുങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എതിരാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കെന്താണ്, ആരോ എങ്ങനെയോ ജീവിച്ചു പോയിക്കോട്ടെ. നമുക്ക് നല്ലത് പറഞ്ഞവരെ തിരുത്തി കൊണ്ടുവരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് അവരെ കുറ്റവും അവരെ കുറവും അവരെ മോശത്തരവും അവരെ അവിടെ ചെയ്തതും ഇവിടെ ചെയ്തതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയണം. നമുക്ക് അതൊന്നും പഠിച്ചോ നമ്മളോട് പറഞ്ഞിട്ടുള്ള പണിയല്ലല്ലോ. നമ്മളോട് പറഞ്ഞിരിക്കണം ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാൻ പോകരുതേ എന്നല്ലേ. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പോൾ ഒരു സംജിത ഇപ്പോഴാ വൈറലാകാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ്. അന്ന് 70,000 ആൾക്കാരെ വീഡിയോസ് കണ്ടെങ്കിലും കൂടിയിട്ട് ഇന്ന് സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കണ്ടന്റിനും വേണ്ടിയിട്ട് മറ്റുള്ളവരെ എടുത്ത്. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആവണമെന്നില്ല, ഒരുപോലെ ആവില്ല. അതേമാതിരി എത്ര മാനം കെടുത്തിയാലും പ്രശ്നമില്ലാന്ന് വിചാരിക്കണ മനുഷ്യന്മാരെ നമ്മൾ വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു മനുഷ്യന് ഒരു സെക്കൻഡ് മതിയാകും ആ മനുഷ്യൻ്റെ ചിന്തകൾ മാറിപ്പോവാനും. എന്തെങ്കിലും സംഭവിച്ചാൽ എത്രയോ മക്കളെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പലവരുടെയും പല വാക്കും കേട്ടിട്ട് ആ മക്കൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തിട്ടും ചാരിറ്റി ചെയ്തിട്ടും എന്തെല്ലാം ഇതൊക്കെ കൂടെ ജീവിച്ചു പോകുന്നുണ്ട്. അവരെയൊക്കെ എടുത്ത് നമ്മളതായ അഭിപ്രായത്തിൽ കൂടെ, നമ്മളതായ തീരുമാനത്തിൽ കൂടെ, നമ്മളതായ അറിവിലൂടെ നമ്മൾ അവരെയൊക്കെ എടുത്ത് ആവശ്യമില്ലാത്തത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണ്ടേ? നമുക്ക് നമ്മളുടേതായ കണ്ടൻറ്റ്, നമ്മളതായ പ്രശ്നങ്ങൾ പറയുക. ഇനി അതല്ല അവരെക്കുറിച്ചാണെങ്കിലും അവർ തെറ്റേ ചെയ്തോട്ടെ, പക്ഷേ എങ്കിലും നന്മ പറഞ്ഞുകൊണ്ട് നമുക്കിരുന്നാൽ നമ്മളെ ഹിസ്കിനെ അള്ളാഹു വർദ്ധിപ്പിച്ച് തരില്ലേ? നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ആരാനും മക്കളെ പോറ്റി വളർത്താൻ താൻ മക്കൾ തന്നാലെ വളരും എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പോൾ അതേമാതിരി നമ്മൾ ചിന്തിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആരാന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയാനും കുറവ് പറയാനും മറ്റുള്ളവരുടെ ഇത് ചെയ്യാനും? നല്ലത് ചെയ്യും, നല്ലത് പറയും. നല്ലത് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് കമൻറ്റുകൾ ബാഡ് കമൻറ്റാണ്. കാരണം എന്തെല്ലാം ഒരാവശ്യമില്ലാത്ത വാക്കുകളാണ് ഞാൻ വീഡിയോയിലിരിക്കുമ്പോഴും ഞാൻ ലൈവിലിരിക്കുമ്പോഴും എനിക്ക് തന്നെ വരുന്നത്. പക്ഷെ നമ്മളൊന്നും പോലെ അത് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ കുറേ ആൾക്കാർ ഈ ഇത് കാണാനുമുണ്ട്. അതായത് മറ്റുള്ളവൻ്റെ പച്ചർച്ച ചെയ്യുന്നത് കാണാനും കുറേ ആൾക്കാർ, സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാർ. നമുക്കാ ഒരു ബന്ധവും സ്വന്തവും ഒന്നും അറിയുക പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ എന്നാലും അവരെ കുറ്റം പറഞ്ഞേക്കാം കുറേ ആൾക്കാരെ. പൊന്നു സഹോദരിമാരെ, നിങ്ങൾ ഇതിന്നെല്ലാം മാറി. നമ്മളുടെ കൺമുമ്പിൽ ഇപ്പോൾ ഒരു പാഠമായിട്ടുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും ഇതിന്നെല്ലാം മാറി വേറെ കണ്ടൻറ്റുകൾ കണ്ടുപിടിക്കും. ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ഒരു മക്കളും ഒരു കുടുംബവും അനാഥമാകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ടുമാണ് ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളോട് ആരോടും പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഉള്ള ആളല്ല. എല്ലാവരും എൻ്റെ സഹോദരിമാരായിട്ട് കരുതുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും മാറി എന്തായാലും എനിക്കറിയാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ആരെങ്കിലും വേദനിപ്പിക്കാനോ തെറ്റായിട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.
ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.